തമാശ കാണിക്കുന്നവനൊരു അതിലുണ്ട് കേട്ടോ കുഞ്ഞുണ്ണി. ഒരുമാതിരി തോന്നിയത്തം കാണിക്കുന്നു. എന്തൊക്കെയുണ്ട് കുഞ്ഞുണ്ണി വിശേഷങ്ങള്? മുത്തപ്പൻകാവില് വേലക്ക് പോയി. പകൽ വേല ഗംഭീരമായിരുന്നു കേട്ടല്ലോ. വെടിക്കെട്ടിനെ പോയുള്ളൂ ഞാൻ. എങ്ങനെ ഉണ്ടായിരുന്നു? തുടക്കം നന്നായിരുന്നു, പക്ഷെ കലാശം പോയി. അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ. വഴി മരുന്നിട്ട് എന്റെ തകരാറാണോ ഇനി ഡൈന നനഞ്ഞിട്ടാണോ എന്തോ മഴയൊന്ന് ചാറിയേ. ഓഹോ, അപ്പൊ ചെട്ടിക്കാവിലെ പൂരം ഒന്നാടാ. അത് മറ്റന്നാ ഇന്നേ വെക്കോടാ. ഉത്സവപ്പുറം മുഴുവൻ കണ്ടു നടന്നോ? വിള മുഴുവൻ കണ്ട കാട്ടു വന്ന് ഞാനും നശിപ്പിച്ചിട്ട് പോട്ടെ. നിനക്കെന്താ? എനിക്കല്ലേ നഷ്ടം. അവിടെ ഒന്നാണ്ടൊരു മാടം കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അവിടെ അവൻ കിടക്കില്ല. എവിടെ ഒരു പടക്കം പൊട്ടിയോ അവിടെ കുഞ്ഞുണ്ണിയുണ്ട്. കലാശം തീർന്നു ഞാൻ പോകുന്ന രാവിലെ മുറി കൊടുക്കാതെ മൂത്ത കാര്യം പറയടാ. കലാശം തീർന്ന ഉടനെ ഞാൻ പോകുന്നതാ. എന്നാ പോയാലും കഴിക്കും. എന്താടാ പറഞ്ഞേ? ഒന്നും ഇല്ലെന്നേ. ആളുകളൊക്കെ എത്തി തുടങ്ങിയല്ലേ? പിന്നെ എഞ്ചിനീയർമാരൊക്കെ 2 ദിവസം മുമ്പ് തന്നെ ഇവിടെ എത്തി. ഈ ഡാമിന്റെ പണി തീരാൻ എത്ര വർഷവും? അത് വരുന്ന കോൺട്രാക്ടർമാരുടെ മെടുക്ക് പോലെ ഇരിക്കും. ഏതായാലും മാഷിന് നല്ല കോളായി. എന്ത് കോള്? പണിക്കാർക്ക് മുഴുവൻ ഇവിടെ നല്ല ചാപ്പാട്, അല്ലാതെ ഈ കാട്ടിൽ വേറെ എവിടെ നിന്ന് കിട്ടാനാ? ഓ, അതല്ല, നാളെ ഈ പണി കൊടുക്കുമ്പോ എത്ര പേരുണ്ടാവും ചാപ്പാടിന്? അതിപ്പോ എങ്ങനെ പറയാൻ പറ്റാ? അല്ല, കൃത്യമായ ആളെന്ന് പറഞ്ഞാലല്ലേ ഒരിക്കലും കണക്കറിയാൻ പറ്റൂ. കുടിക്കാൻ ചായയോ കാപ്പി? ചായ. പരമേ 2 ചായ. പപ്പടം കാച്ചിയ എണ്ണ തേച്ച മുടി വളരുമെന്ന്. ഞാൻ എന്തല്ല എണ്ണ തേച്ചെന്നറിയാവോ? ഈ മണ്ട ഒന്ന് ചെരിപ്പെടുത്താൻ. എന്നിട്ട് നമ്മളെടുത്ത ഈ വേല. കേട്ടോ പരമേ, നാളെ മുതൽ ഡാം സൈറ്റിലെ ആൾക്കാര് ചാപ്പാടിനുണ്ടാവും. ചിലപ്പോ കാലത്ത് കാപ്പിക്കും ഉണ്ടാവും. വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് താൻ തയ്യാറാക്കി വെച്ചു. കുറച്ച് ദിവസത്തേക്ക് കുഞ്ഞിന് പോയി വാങ്ങിച്ചോണ്ട് വരും. പിന്നെ തനിക്കൊരു സഹായത്തിന് ആ പയ്യനെ കൂടെ വേണം വിളിച്ചു. കുഞ്ഞുണ്ണി, മലക്കരയുടെ കരാറ് ഇത്തവണ രാവുത്ര ഏൽപ്പിക്കുന്നില്ല. എല്ലാം നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. മൂത്താക്കം ഉണ്ടാവൂലല്ലേ? ഇളവൻ വിളവായിട്ടില്ല. ഇളവൻ വിളവായാലും സാരമില്ല. ഇളവൻ വിളവായിട്ടില്ലെങ്കിൽ നമുക്ക് ഓലൻ ഉണ്ടാക്കാം. ഉയ്യോ, തള്ളട വരവുണ്ട്. ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര. മാഷേ, വിലപിടിപ്പുള്ള വല്ല സാധനം ഉണ്ടെങ്കിൽ മാറ്റി വെച്ചോ. ഇതേ തള്ള വന്നിട്ടുണ്ട്. മോഷണം. എടാ മോട്ടിക്കണ്ടേ നിന്റെ അമ്മുമ്മയുടെ അച്ഛൻ. രാവിലെ ഈ തള്ളയുടെ വായിരിക്കുന്ന കേക്കിന്റെ വല്ല ആവശ്യമുണ്ടോ? ചുമ്മാ തമാശക്ക് പറഞ്ഞല്ലേടാ. സ്വന്തം തറവാട് സ്വത്ത് മാറിയല്ലേ വന്ന് കേറുക, പിടിക്കുക, ഉരിയ. എന്നാ എനിക്ക് വേണ്ട. ഉരിഞ്ഞതല്ലേ, കേറ്റിക്കോ കേറ്റിക്കോ. എടാ പരമേ, തള്ളക്കൊരു ചായ. ഉള്ളതിന് വലുതാ. പേടിച്ചു പോയല്ലോ. പതുക്കെ വെച്ചൂടെ ചായ? തള്ളേ, ബീഡി ഉണ്ടോ? ബീഡി. ബീഡി ഇവിടെ ഉണ്ടല്ലേ? അതല്ല, സ്പെഷ്യൽ ബീഡി. കഞ്ചാവ് വിൽക്കണ്ടേ നിനക്ക് തള്ളേടാ. ധൈര്യം ഉണ്ടാ കെട്ടൊന്ന് അയച്ചു കാണിക്കാൻ. എടാ, കണ്ട എരപ്പാളികളെ മുമ്പിൽ അയച്ചു കാണിക്കാനുള്ളതല്ലടാ എന്റെ കെട്ട്. മുരുകാ മുരുകാ അയ്യോ അയ്യോ, ഇതെങ്ങനെ എന്റെ കച്ചത്തിൽ വന്നത്? എങ്ങനെ വന്നുള്ളതൊക്കെ എനിക്കറിയാം. അത് പോട്ടെ, നിങ്ങൾ എന്നോടെങ്കിലും ഈ പണി കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അവിടെ ഇങ്ങോട്ട് വാതല്ലേ. ഇതെന്താ പോ. ബാലഗോപാല, ഞാൻ വരട്ടെ. മനസ്സിലൊന്നും വെച്ചേക്കല്ലേ. മുരുകാ, എന്റെ മുരുകാ. ഹരഹരോ ഹരഹര. തള്ളേ, ഒന്നിങ്ങോട്ട് വന്നേ. ആരായി നിൽക്കുന്നത്? ഇത് എവിടെയായിരുന്നോ നീ ഇത്ര കാലം വരെ? ഞാൻ ഇവിടെയൊക്കെ ഉണ്ട്. അതല്ലേ ഉള്ളൂ. എത്ര വേണം നിനക്ക്? തൽക്കാലം ഒരു 4 മതിയോ? 4 മതി. ഒരിട്ട കാശ്. മുരുകാ, ഇന്നത്തെ ആദ്യത്തെ കച്ചവടാണ്. നീയുള്ളട ഈ നാട്ടിലൊരു ആൺകുട്ടി. ഇപ്പൊ പണ്ടത്തെ പോലെ നല്ലട മോനെ.
കത്തിച്ച് കളയല്ലേ കാലമാടന്മാര്. ഓ, കരിഞ്ഞു കിടക്കണ കണ്ട സഹിക്കില്ല. നീ അടിവാരത്തേക്ക? ഇല്ല, മേലോട്ടാ. ആ, നീ ഇത് വലിച്ചാ മേലോട്ട് തന്നെ പോവും. മുരുക മുരുക, ഹരഹരോ ഹരഹര, സ്വാമിയേ ഹരഹര, സ്വാമിയേ ഹരഹര. മോനെ, പേടിച്ചു പോയല്ലോ. ഈ ശബ്ദം കേട്ടിട്ടാ? അല്ലല്ല, ഈ കോലം കണ്ടിട്ട്. നിന്നോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. അയ്യോ, ഇവിടെ നിന്നിട്ട് പറയാൻ പറ്റില്ല. എന്നാ പറയണ്ട. എന്റെ പഴനിയാണ്ടവനാണ് സത്യം. നിനക്ക് ഉപകാരമുള്ള ഒരു കാര്യം കൊണ്ടാ തള്ള വന്നേക്കണത്. ഒന്ന് എഴുന്നേറ്റ് വന്നേ. വാ വാ. ഒരാളെയും കൊണ്ടാ ഞാൻ വന്നേക്കണത്. നിനക്കൊരു സഹായത്തിന്. എനിക്ക് സഹായിക്കും. ആ, ദയവായിട്ട് തള്ളേരെ കയ്യിൽ കൊണ്ടു തന്നതാ. നല്ല അടക്കവും ഒതുക്കവും ഉള്ള ഒരു പെങ്കൊച്ച്. പെങ്കൊച്ച? ആ, ഒന്നാമത് ഞാൻ നിങ്ങളോട് സഹായത്തിന് ആളെ ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഒറ്റ പെണ്ണുങ്ങളെ സഹായത്തിനൊന്നും പറഞ്ഞാൽ ഇതിനകത്ത് കേട്ടത്തില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ? അയ്യോ, ഇത് മറ്റേ ഇനത്തിൽ പെട്ടതൊന്നും അല്ല. ഏതെനത്തിൽപ്പെട്ടതായാലും ശരി, കണ്ണി കണ്ട ലോറിക്കാരും ഊരും പേരും അറിയാത്ത പണിക്കാർ കയറി ഇറങ്ങുന്ന സ്ഥലമായത്. കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. വെറുതെ ഒരു പേരുദോഷം ഉണ്ടാക്കാൻ. എടാ കുട്ട, ഞാനിവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് എത്ര കാലായി? ഇന്ന് വരെ നമ്മളെ പറ്റി ഒരു പേരുദോഷം ഉണ്ടാക്കിയിട്ടുണ്ടാ? അയ്യടാ, പേരുദോഷം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനം. അതെ, നിങ്ങളൊന്ന് ഇറങ്ങി, എനിക്ക് പലക ഇടണം. അല്ല മോനെ, ഇനി ഉള്ള സത്യം പറയാലോ. എന്റെ മോനെ, കാട്ടാനും കരിമ്പോത്ത് ഇറങ്ങണേന് മുമ്പ് കുടിയിലെത്താന്ന് വിചാരിച്ചിട്ട് വരുമ്പോഴാ ഒരു പെങ്കൊച്ചു ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. അതും ഇരുട്ടത്തെ. ഉരുള് പൊട്ടിയെന്നോ ചൊരടിഞ്ഞു വീണു എന്നൊക്കെ പറഞ്ഞ് ബസ്സാരി ഇറക്കി വിട്ടിട്ട് പോയതാ. എങ്ങോട്ട് പോണെന്നറിയാതെ അന്തിച്ച് നിൽക്കണ കണ്ടപ്പോ പാവം തോന്നി. ഞാനൊരു പെണ്ണല്ലടാ. ഇവിടെ ആവുമ്പോ അതിന് രണ്ടു വറ്റുമായി, നിനക്ക് എല്ലാത്തിനും ഒരാളുമായി. എനിക്കൊരാളും വേണ്ട. അതെ, ആദ്യം പെണ്ണ് വരും, പുറകെ പോലീസോ ഇടിവണ്ടിയോ വരും. പെൺവാണിപോ സ്ത്രീപീഡനമൊക്കെ ഉള്ള കാലാതള്ള ഇത്. അല്ല, നിങ്ങളൊന്ന് ഇറങ്ങി. എന്നാ ഒരു കാര്യം ചെയ്യും, ഇന്നത്തേടെ അത് ഇവിടെ എവിടെയെങ്കിലും ചൊരിഞ്ഞു കൂടിക്കോട്ടെ. എന്നിട്ട് നാളെ വെളിച്ചാവണേന് മുമ്പ് ഞാൻ വിളിച്ചോണ്ട് പോകും. എന്നാ പിന്നെ ഇപ്പൊ തന്നെ ആയിക്കൂടെ? അയ്യോ, ഇപ്പോഴോ? ഈ പാതിരാത്രിക്കോ? തൊട്ടാ പൊട്ടണ പ്രായമുള്ള ഒരു പെണ്ണിനെയും കൊണ്ടോ? അയ്യോ, നിങ്ങൾ എന്ത് വേണേ ചെയ്യേ, ഇവിടെ പറ്റില്ല. അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഇറങ്ങി ഇറങ്ങി. പിടിച്ചോടിക്കാതെ. ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. മോളെ, നീ ഒന്നും മിണ്ടാതിരിക്കുക. മോളെ, നീ ഇങ്ങോട്ട് കേറി പോര്. ഇത് നമ്മുടെ വീട് തന്നെ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. എന്ത് പറഞ്ഞ പോലെ? അല്ലേ? ഏയ് അല്ലേ, അവിടെ നിൽക്കാൻ അല്ലേ? അല്ലേ, ഇത് ഭയങ്കര ചതിയായി പോയല്ലോ.
മഴ തന്നെയാണ്ട് ഇങ്ങോട്ട് കയറി വന്നോളൂ. ഉം. ഉം. എവിടെ വെച്ചാ കുട്ടിയാ തള്ളെ കണ്ടത്? ബസ് സ്റ്റോപ്പിൽ വെച്ച്. അവിടെ എങ്ങനെ വന്നു? ആരുടെ കൂടെ ഒളിച്ചോടിയത്? അയ്യോ, ഒളിച്ചോടി പോന്നൊന്നുമല്ല, പിന്നെ അമ്മയെ കാണാൻ പോയതാ. അപ്പം കുട്ടി അമ്മയോടല്ലേ? അല്ല, പിന്നെ ഒരു വീട്ടില് വേലയ്ക്ക് നിൽക്കായിരുന്നു. എന്നിട്ട് അമ്മയ്ക്ക് സൂക്കേട് കൂടുതലാന്ന് പറഞ്ഞ് ടെലഗ്രാം വന്നു ആശുപത്രിന്ന്. എന്നിട്ടും വിട്ടില്ല വീട്ടുകാര്. അപ്പോ പറയാതെ പോന്നു. ആശുപത്രി ചെന്നപ്പോ 2 ദിവസം മുമ്പ് അമ്മ മരിച്ചു പോയെന്ന്. മുഖം പോലും ഒന്ന് കാണാൻ. ആരുമില്ലാത്തോണ്ട് കോർപ്പറേഷൻകാര് വന്ന് കൊണ്ടേ ദയിപ്പിച്ചു. സത്യമാണോ കുട്ടി പറയുന്നത്? അമ്മയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാ. ഇനിയിപ്പോ കരഞ്ഞിട്ടെന്താ കാര്യം? ഏതായാലും നേരം വെളുക്കട്ടെ. തൽക്കാലം കുട്ടി ചായപ്പ് പോയി കിടന്നോളൂ. ചെല്ലെ, പോയി സുഖമായിട്ട് കിടന്നുറങ്ങ. ചെല്ലെ. അതന്നെ.